ഹലോ എവ്രി വൺ, ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 3, ഇന്ന് നമുക്ക് ഓണം സെലിബ്രേഷനാണ്. ലോകത്തെമ്പാടും എല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു ആരവത്തിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. ആൻഡ് നമ്മുടെ ഹോസ്പിറ്റലിലും ചെറിയൊരു ഓണം സെലിബ്രേഷനുണ്ട്. സോ അതിനു വേണ്ടി ഇറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇട്ടതാന്ന് പറയാട്ടോ. പക്ഷെ ഇപ്പം നിലവിൽ ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല ഗൈസ്, കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇട്ടത് മറ്റേ ബിഗ് ബി എന്ന് പറഞ്ഞൊരു മൈലാഞ്ചി വെച്ചിട്ടായിരുന്നു കേട്ടോ. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇടാറില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്. ഈ ഒരു കൈ മാത്രം ഞാൻ ഇട്ടു, വേറൊരു കയ്യിൽ വേറൊരാളാട്ടോ ഇട്ടു ഗൈസ്. സോ നമുക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. സോ ഗൈസ്, ഓണം സെലിബ്രേഷനോടനുബന്ധിച്ച് നമുക്ക് ഓണസദ്യയുണ്ട്, തിരുവാതിര, അതായത് മെഗാ തിരുവാതിരയുണ്ട്, പൂക്കള മത്സരമുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഫ്യൂഷൻ ഡാൻസ് പരിപാടികളുണ്ട്, പാട്ടുകളുണ്ട്, മലയാളി മങ്ക് ആൻഡ് ശ്രീമാൻ കോമ്പറ്റീഷനുണ്ട്. സോ നമ്മൾ തിരുവാതിരയ്ക്കുണ്ട്. അവിടെ ചെന്നിട്ടാട്ടോ നമ്മൾ സാരിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇവിടുന്ന് ഒരു ബേസ് മേക്കപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് വിടാം. പീറ്ററേട്ടന്റെ വക ഹാപ്പി ഓണം. പറഞ്ഞ ഹാപ്പി ഓണം പറ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രാവിലത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതായത് ഇവിടെയാണ് ആ ഒരു പടയൊരുക്കം തന്നെ സംഭവിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പരിപാടികളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പരിപാടിയിൽ ഭാഗമാണ്. എന്താണെന്നല്ലേ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടായിരിക്കും ഞാൻ ആ ഒരു പടയൊരുക്കത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് പകുതി പേർക്ക് മനസ്സിലായി കാണും, യെസ്, മലയാളി മങ്ക കോമ്പറ്റീഷൻ. നമസ്കാരം, എൻ്റെ പേര് ആൻമരിയ ജോഷി. സിനിമയിലേക്ക് ഒരു പ്രധാന അവസരം വന്നാൽ ചെയ്യുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്തില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, അതിലെന്താണ് അൾട്ടിമേറ്റ്ലി നേടാൻ ആഗ്രഹിക്കുന്നത്? ഇനി സിനിമയിൽ പോയാൽ എപ്രകാരം ഒരു മികച്ച നടിയായി വളരും? കഥകളുടെയും കഥാപാത്രങ്ങളുടെയും സെലക്ഷൻ എപ്രകാരമുള്ളതായിരിക്കും? താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പണ്ട്, അതായത് എൻ്റെ ചൈൽഡ്ഹുഡിലാണ് ഇത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്ക് സിനിമയിൽ പോകണം, എനിക്കൊരു സിനിമാ നടി ആയിരിക്കണം. പക്ഷെ ഈ ഒരു അവസരത്തിൽ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്, ആ ഒരു കഥാപാത്രത്തെയും അതിലുപരി ആ ഒരു സ്റ്റോറിനെയും ബേസ് ചെയ്തായിരിക്കും ഞാൻ ഫിലിമിലേക്ക് കയറുക. എന്നാൽ എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രവും സ്റ്റോറിയും നല്ലതാണെങ്കിൽ സെലക്ട് ചെയ്തിരിക്കും. ഇൻ കേസ് റിയാലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫിലിം ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തില്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാനാണ് എനിക്ക് ആഗ്രഹം. പങ്കെടുക്കാറുണ്ടായിരുന്നു, പ്രസംഗിക്കാറുണ്ടായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ നിമിഷം നിൽക്കുമ്പോൾ എനിക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മലയാളി മങ്ക ആരായിരിക്കും?